ലോകം മുഴുവനും യേശുവിന്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന ഈ ദിവസം എന്റെയും ക്രിസ്തുമസ് ആശംസകൾ. പൂക്കൾ അന്വേഷിച്ച് തേനീച്ചകൾ പോകാറുണ്ട്. തേനീച്ചകളെ അന്വേഷിച്ച് പൂക്കൾ വരാറില്ല. തോടുകളിലെ വെള്ളം ആറുകളിലേക്ക് ഒഴുകാറുണ്ട്. ആറുകളിലെ വെള്ളം തോടുകളെ തേടി വരാറില്ല. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകാറുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയം തോന്നാം. അതെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യ സാദൃശ്യത്തിലായി ഈ ലോകത്തിൽ ഭൂജാതനാകുവാനിടയായി. എന്തിനു വേണ്ടിയാണ് ദൈവമായിരുന്ന യേശു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നതിന് ഏക കാരണം പാപമംഗലമായി ജീവിതം നയിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന് യേശു പരിഹാരമായി തീർന്നു. ഒരിക്കൽ ശമരിയക്കാരി സ്ത്രീ മശിഹായെ കണ്ടതിന് ശേഷം തന്റെ പട്ടണത്തിലേക്ക് കടന്നുപോയി അവിടെയുള്ള ജനങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ പട്ടണക്കാർ ഓടി വന്ന് സാക്ഷാൽ ലോകരക്ഷിതാവിനെ കാണുവാനിടയായി. അപ്പോൾ അവർ പറഞ്ഞ ഒരു വിഷയം, ഇനിയും നീ പറയുന്നതല്ല ഞങ്ങൾ കേൾക്കുന്നത്, യഥാർത്ഥമായി ലോകരക്ഷിതാവിനെ കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ആ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെയും പാപത്തിന് അവൻ പരിഹാരം നൽകും. യേശു മുഖാന്തരം ലഭിച്ചിരിക്കുന്ന ആ രക്ഷ കരസ്ഥമാക്കിയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരത്രേ. യേശുവിലൂടെ അല്ലാതെ ഒരുവന് നിത്യരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നത് കൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിലും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ഹൃദയത്തിൽ അംഗീകരിപ്പാൻ കഴിയുന്നു എങ്കിൽ പാപമംഗലമായ നിങ്ങളുടെ ജീവിതത്തെയും അവൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി തീർക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. May God bless you.